ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ലെപ്പോസ് ഡയറി. ഇന്ന് ഞാൻ ബേക്കറിയിൽ കിട്ടുന്ന കോക്കനട്ട് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല. അതേമാതിരി തന്നെ ഇവിടെ എൻ്റെത് കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിന് വേണ്ടിയിട്ട് തേങ്ങ, പൊടിച്ച പഞ്ചസാര, മൈദ, ഏലക്കായിൻ്റെ പൊടി, ഇത് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു ബൗൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 കപ്പ് തേങ്ങ നമ്മൾ ഫ്രഷ് ആയിട്ട് ചിരകി വെച്ച തേങ്ങയാണ്, അല്ലാതെ ഉണക്ക തേങ്ങ ഒന്നിൻ്റെ ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമ്മൾ ചിരകി എടുക്കുന്ന തേങ്ങ ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ തിരുമ്മിയിട്ട് കുഴച്ചെടുക്കാം. ഈ തേങ്ങയിലുള്ള കുറച്ച് ഒരു വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, മോയ്സ്ചറൊക്കെ കാരണം ഈ പഞ്ചസാര നല്ലപോലെ മെൽട്ടായിട്ട് തേങ്ങയിൽ യോജിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് തേങ്ങയിൽ മെൽറ്റായി വരണം, അതുവരെ കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പഞ്ചസാര മുഴുവനായിട്ട് തേങ്ങയിൽ വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഒന്ന് വെറ്റായിട്ടുമുണ്ട്. അപ്പോൾ പഞ്ചസാരേൻ്റെ പൊടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി എന്ന് ഉറപ്പിച്ചാൽ നമുക്ക് 1/2 ടീസ്പൂണ് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഏലക്കായ് പൊടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് മൈദ, 1/2 കപ്പ് പ്ലസ് ഒരു 1/4 കപ്പ് മൈദയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരുമിച്ച് ചേർത്താതെ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. മൈദ ചേർത്തുമ്പോൾ കുറച്ചായിട്ട് വേണം ആഡ് ചെയ്യാൻ. 1/4 കപ്പ് മൈദയാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. അത് കുറച്ചായിട്ട് തേങ്ങേൻ്റെയും പഞ്ചസാരേൻ്റെയും മിക്സിൽ കുഴച്ച് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതിൽ വെള്ളമൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല. നമ്മൾ മൈദ ചേർത്തുമ്പം തന്നെ തേങ്ങയിലുള്ള ആ മോയ്സ്ചർ കാരണം അത് നല്ലപോലെ കുഴഞ്ഞു കിട്ടും. കൈകൊണ്ട് കുറച്ച് സമയം ഒന്ന് നല്ലപോലെ കുഴച്ചെടുത്താൽ മതിയാവും. നല്ലപോലെ മൈദയും തേങ്ങയിൽ എല്ലാവിടെയും എത്തുന്ന രീതിക്ക് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുഴക്കുന്ന സമയത്ത് വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ച് ഡ്രോപ്സ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അധികം വെള്ളം ചേർത്താൽ ഇത് സ്റ്റിക്കി ആയി മാറും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ മൈദ കുറവാണെന്ന് തോന്നുകയാണ്, നമ്മൾ കുഴക്കുമ്പോൾ തന്നെ നല്ല സ്റ്റിക്കിയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദ 1 സ്പൂണായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് കൈകൊണ്ട് എടുത്തിട്ടൊന്ന് ഉരുട്ടി നോക്കുക. ഇത് ഉരുട്ടാൻ പാകത്തിനായിട്ടുണ്ടെങ്കിൽ ഇത് റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടില്ലേ, ഇപ്പോൾ എനിക്കിവിടെ നല്ലപോലെ പരത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഓയിൽ എടുക്കുന്നുണ്ട്. ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ആ സമയത്ത് നമുക്ക് കുക്കീസ് പരത്തിയെടുക്കാം. ഞാൻ ഒരു പ്ലേറ്റിൽ ഓയിൽ എടുത്തിട്ട് അത് കയ്യിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പം നമ്മുടെ കുക്കീസ് വേണോ അതിനനുസരിച്ചുള്ള ബോൾസ് എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് സാധാരണ നമുക്ക് ചെറിയാണ് ഉണ്ടാവുക ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ചെറിയ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ആൽമണ്ടാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഓരോരോ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. നമുക്ക് കയ്യിൽ സ്റ്റിക്കാകുക തോന്നുകയാണെങ്കിൽ എണ്ണ തടവി കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ പരത്തി കിട്ടും. അതേപോലെ കോക്കനട്ട് കുക്കീസ് ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക. സംഭവം പൊളിയാണ്. കറക്റ്റ് അതേ ടേസ്റ്റായി വരുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയുമല്ലോ, വീട്ടിലുള്ള അതേ ഇൻഗ്രീഡിയൻസ് മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം ഒരു 10-12 എണ്ണം നമുക്ക് ഒരു 2 കപ്പ് തേങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുക്കീസ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഉണ്ടാക്കിയത് ഒരു കുഴിയുള്ള ചീനച്ചട്ടിയിലായിപ്പോയി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പരന്നിട്ടുള്ള ഒരു ഫ്രൈ പാനിൽ എങ്ങാനും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തേങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കുക്കായി കിട്ടും. പെട്ടെന്ന് ബേണായി പോകാനും സാധ്യത ഉണ്ട്. അതേപോലെ ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കുക. പക്ഷേങ്കിൽ എൻഡ് റിസൾട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ ബിസ്ക്കറ്റ് ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം നല്ല ടേസ്റ്റിയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസോ 4 ഇൻഗ്രീഡിയൻസോ വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.